നിങ്ങളുടെ അടിസ്ഥാനവാദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ പുതിയ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നത് നിങ്ങളുടെ അടിസ്ഥാനവാദമാണ്. എന്റെ ചോദ്യം, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഖുതുബക്ക് പള്ളി ജുമുഅക്ക് ഖുതുബ ഓതിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേജിൽ ഇരിക്കുന്ന പല മൗലവിമാരും ഖതീബുമാരാണ്. ഈ നിൽക്കുന്ന മൗലവി തന്നെ കഴിഞ്ഞ ആഴ്ച ഖുതുബ ഓതി. ഈ ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ ചൊല്ലിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് ആണോ? നിങ്ങൾ ചെല്ലുന്ന വിഷയത്തിന് നിങ്ങൾക്ക് ഏത് സ്വലാത്തും ചെല്ലാം, നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന് റസൂൽ ചെയ്തിട്ടുണ്ടോ, ഹബീബ് ചെയ്തിട്ടുണ്ടോ, പ്രവാചകർ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വിലയില്ല. അതേസമയത്ത് സുന്നികൾ മൗലിദ് ആഘോഷിക്കുമ്പോൾ, നബിദിനാഘോഷം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അതിന് കവലകൾ കെട്ടി ഈ രൂപത്തിൽ മുഖാമുഖം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ? അതിനെ സംബന്ധിച്ചൊന്നും വഹാബികൾക്ക് ചോദിക്കാനില്ല, മൗലവിമാർക്ക് പറയാനില്ല, അതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയുമില്ല. അതേസമയത്ത് സുന്നികൾ ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുമ്പോൾ, മൗലിദ് സംഘടിപ്പിക്കുമ്പോൾ, നബിദിനാഘോഷം സംഘടിപ്പിക്കുമ്പോൾ അതിനെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നു. എന്താണ് ഇതിന്റെ ഇടയിലുള്ള മാനദണ്ഡം എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഏറി വന്നപ്പോ രണ്ട് കാര്യം തെളിയും. ഞങ്ങൾ സ്വലാത്ത് നബി പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ മൗലിദ് നബി പഠിപ്പിച്ചിട്ടില്ല. ഇതിലിപ്പോ തെളിയാൻ പോണത്, ഇതാണിപ്പോ തെളിയാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് നബി ചെയ്യാത്ത നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ എന്നാണ് ഇപ്പൊ വിഷയം. അപ്പൊ നിങ്ങൾ ചെയ്ത ഏതായാലും നബി ചെയ്യാത്തതാണ്, ഞങ്ങൾ ചെയ്ത് നബി ചെയ്തതാണ്, ചെയ്യാൻ പഠിപ്പിച്ചതാണ്. അല്ലാത്തൊന്ന് ചെയ്യുന്നുണ്ടോ എവിടെ ചൂണ്ടിക്കാണിച്ചോ ഇൻഷാ അല്ലാഹ് തിരുത്തും. പക്ഷെ ഞങ്ങളെ ഖുതുബയിൽ ചോദ്യം മാത്രം, ഉത്തരം ശ്രദ്ധിക്കും. മുസ്തേരെ ഉത്തരം ശ്രദ്ധിക്കും. അല്ല അത് പോരാ, ഉത്തരം ശ്രദ്ധിക്കണം, ചോദിക്കാൻ മാത്രം പോരാ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ആരുടെയും സദസ്സിൽ നിങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഏതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ലാഹു അഅലം. എന്റെ ഖുതുബയിൽ ഞാൻ ചൊല്ലിയ സ്വലാത്ത് എന്റെ ഹബീബ് പഠിപ്പിച്ച സ്വലാത്ത് തന്നെയാണ്, ഒരു സംശയവുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ ഖുതുബയിൽ ഞങ്ങളൊക്കെ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്ത് അത് ഹബീബ് തങ്ങൾ പഠിപ്പിച്ചു തന്നെയാണ്. ഇനി പഠിപ്പിക്കാത്ത സ്വലാത്തും ചൊല്ലാം, ഒരു പ്രശ്നവുമില്ല. അല്ലാഹു അക്ബർ, ഒരു സംശയമില്ല. അടുത്തിനും തക്ബീർ ചൊല്ലാം, അടുത്തത് പറയുമ്പോഴും ഈ തക്ബീർ വേണം. അപ്പൊ അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അപ്പൊ നബി തങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്തും ചൊല്ലാം, പക്ഷേ നാരിയ സ്വലാത്ത് പറ്റില്ല, കമാലിയ സ്വലാത്ത് പറ്റില്ല, താജ് സ്വലാത്ത് പറ്റില്ല. എന്തുകൊണ്ട്? ആ സ്വലാത്തിന് പ്രത്യേക രീതിയും പ്രത്യേക എണ്ണവും പ്രത്യേക പ്രതിഫലവും നിങ്ങൾ പഠിപ്പിക്കുന്നു. അവിടെ ബിദ്അത്തായി മാറുന്നു. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. കുറച്ച് കേൾക്കി, ഇങ്ങനെയൊക്കെ വയത് കേൾക്കുള്ളൂ. അതാണ് ബിദ്അത്തിന്റെ അടിസ്ഥാനം. നബി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചത് പ്രത്യേകമായി ചെയ്യുക, നബി പൊതുവായി പഠിപ്പിച്ചത് പൊതുവായി ചെയ്യുക. നബി പൊതുവായി പഠിപ്പിച്ചതിൽ നമ്മുടെ വക സവിശേഷത കൽപ്പിക്കാൻ പാടില്ല. നാരിയ സ്വലാത്തിൽ അത് വെച്ചു, അവിടെയാണ് പ്രശ്നം. നാരിയ സ്വലാത്തിനെ പറ്റി പറഞ്ഞത് എന്താണ്? നാരിയ സ്വലാത്ത് മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്ഖവന് ഭൂവനം വാനവും. സുബ്ഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. ദിവസവും 11 പ്രാവശ്യം സുബ്ഹിക്ക് ശേഷം ചൊല്ലിയാൽ ആകാശഭൂമികൾ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കും. ഇത് പറയാൻ അള്ളാഹുവിനോ അവന്റെ റസൂലിനോ മാത്രമേ അധികാരമുള്ളൂ. അവിടെ അങ്ങോട്ട് 11 വിട്ടാ പിന്നെ 44, പിന്നെ 100, പിന്നെ 333, 444, പിന്നെ 1000, അവസാനം അതിന്റെ ഇന്തിഹ 4000 വേണ്ടുന്നതാ. 440 4 ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. അവസാന എണ്ണം 4444. അത് ചൊല്ലിയാൽ ഏത് പ്രയാസമുള്ള കാര്യവും അതോടുകൂടി എളുപ്പമായി കിട്ടും. ഇത് എവിടുന്ന് കിട്ടി? അവിടെയാണ് പ്രശ്നം. അത് പറയാൻ വയല് കേൾക്കി, കുറച്ച് കേൾക്കി. അല്ല, വയല് പറയാൻ തന്നെയാണ്. നിങ്ങൾ ഇരുത്തി വയല് പറയാൻ വലിയ പൂതിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒരു എണ്ണം, നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു വണ്ണം, നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു രീതി, നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒരു പ്രതിഫലം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് ബിദ്അത്തായി മാറുന്നു. അതേസമയം സ്വലാത്ത് എന്ന പൊതു അർത്ഥത്തിൽ ആ ആശയം കിട്ടുന്ന ഏതുമാകാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ നാരിയ സ്വലാത്തും നിങ്ങൾ ഇരിക്കേ. അതെ ഉസ്താദ്, നിങ്ങൾക്കിതൊക്കെ അറിയാം, നിങ്ങൾക്കിതെല്ലാം അറിയാം. ഈ കുടുവയ്ക്കത് അറിയില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ ഫുള്ള് കിതാബുലെ മനുഷ്യന്മാരല്ലേ, ഇവരൊക്കെ അങ്ങനെയല്ലോ. അപ്പൊ നാടന്മാർക്കും തിരണ്ടേ, നമ്മളുണ്ടാവും മാത്രമാണെങ്കിൽ നമ്മൾ വിലയിരുന്ന പോലെ. അപ്പൊ ഈ കൂടെ മനുഷ്യന്മാർക്കും മനസ്സിലാവണല്ലോ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവായി പഠിപ്പിച്ചതിനെ പൊതുവായി സ്വീകരിക്കാം. അതിന് നമ്മുടെ വക പ്രത്യേകമായ എണ്ണമോ വണ്ണമോ രീതിയോ നിശ്ചയിച്ചുകൂടാ. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ അത് ബിദ്അത്തായി മാറി. എന്നാൽ
റബീഉൽ അവ്വൽ മാസം അങ്ങനെയാണോ നിങ്ങൾ ആഘോഷിക്കുന്നത്? അല്ല. നേരത്തെ വായിച്ചു എന്ത്? ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ്. ലൈലത്തുൽ ഖദ്ർ ഏതാ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആനിൽ ഒരു അധ്യായം സൂറത്ത് തന്നെ ഉണ്ട് ലൈലത്തുൽ ഖദ്റിനെ പറ്റി. അതിനേക്കാൾ പുണ്യമാണെന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 2 അധ്യായം ഉണ്ടാകണ്ടേ? വേണ്ട, ഒന്നെങ്കിലും അതും ഉണ്ടായില്ല. ഒരു ഹദീസ് ഉണ്ടോ? ഇല്ല. മാത്രവുമല്ല 3 ഈദ്, 1 ഈദുൽ ഫിത്ർ, 2 ഈദുൽ അദ്ഹ, 3 ഈദ് മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈദുൽ ഫിത്ർ ഇവിടെ വന്നത് ഖുർആൻ സൂചിപ്പിച്ചു, ഹദീസിൽ വ്യക്തമായി വന്നു. ഈദുൽ അദ്ഹ ഖുർആൻ സൂചിപ്പിച്ചു, ഹദീസിൽ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടു. ഈദ് മൗലിദ് റസൂലില്ല, ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസിലും വന്നിട്ടില്ല. അവിടെയാണ് വ്യത്യാസം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന നബി പഠിപ്പിക്കാത്ത അവിടെ ഞങ്ങൾക്കും ചെയ്തു എന്നാണ് നമ്മൾ രണ്ടൂട്ടം ചെയ്യാൻ പാടില്ല. നബി പഠിപ്പിക്കാത്തത് ചെയ്യാൻ അനുവാദമുള്ള മേഖലയുണ്ട്, അവിടെ ചെയ്യാം. അല്ലാതെ മതത്തിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കി കൊണ്ടുവന്ന് അതിന്റെ വണ്ണവും എണ്ണവും പറഞ്ഞ് അത് ചെയ്യാത്തവന് പുത്തൻവാദിയാണ് എന്ന് പറഞ്ഞ് അവനെ ആ നിലയ്ക്ക് മാറ്റി നിർത്തുമ്പോൾ അതിന് പ്രമാണം ആവശ്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഈ ബാക്കി പറയാൻ പറഞ്ഞോളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു കാര്യം സ്ഥിരപ്പെട്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുന്നു. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അത് പിൽക്കാലഘട്ടത്തിൽ ഇത്തരം മൗലവിമാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ സമ്മതിച്ചിരിക്കുന്നു. എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? ഞാൻ ചോദിച്ച ചോദ്യം, ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്തിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഖുതുബയിൽ ഇന്ന സ്വലാത്ത് ചൊല്ലണമെന്ന് എവിടെയാണ് പറഞ്ഞത് മൗലവി? ഏത് ഹദീസിലാ പറഞ്ഞത്? ഏത് ഖുർആനിലാ പറഞ്ഞത്? നിങ്ങൾ പറയണം. നിങ്ങൾ ആളുകളെ വഞ്ചിക്കാൻ പാടില്ല. എന്തെങ്കിലും ശരി, മൂപ്പർക്ക് തോന്നിയ പോലെ വേറെ പറയാ, ഞങ്ങൾക്ക് 1 മിനിറ്റ് പോലും പറയാൻ അവസരമില്ലാന്നോ? എവിടുത്തെ പരിപാടിയാണിത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മൗലവി പറയുന്നത് ഇന്ന സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് ചെല്ലണമെന്ന് ഏതെങ്കിലും ഹദീസ് കൊണ്ടോ ഖുർആൻ കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ടത്. ഖുർആനും ഹദീസ് കൊണ്ട് നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. നിങ്ങൾ ഈ ഖുതുബയിൽ ഇന്ന സ്വലാത്ത് ചെല്ലണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു. ഞങ്ങൾ മൗലിദ് ആഘോഷിക്കുമ്പോൾ ഘോഷയാത്ര നടത്തുമ്പോൾ അത് പാടില്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ബിദ്അത്താണ് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഖുതുബയിൽ ചൊല്ലിയ സ്വലാത്ത് അത് ചെല്ലാൻ പറ്റുമെന്നും അതിന് കുഴപ്പമില്ലെന്നും നിങ്ങൾ തീരുമാനിക്കുകയാണോ വേണ്ടത്? ഇത് തീരുമാനിക്കേണ്ടത് ഫൈസൽ മൗലവിയാണോ? അല്ലല്ല, ഞാനല്ല, ഒരിക്കലും ഞാനല്ല, നിങ്ങളുമല്ല. മുതൽ ഇങ്ങനൊന്നും ഇളകേണ്ട ആവശ്യമില്ല. മുസ്ലിയാരെ, ഇങ്ങനൊന്നും ഇളകേണ്ട. വെറുതെ കയറി വരാൻ കുറച്ച് പ്രയാസം ഉണ്ടായത്. ഈ മനുഷ്യന്മാരൊക്കെ കയറി വന്നപ്പോൾ ഒരു വസ്തു ഒരു മാന്യമായി കയറി വന്നു. ഈ കോലത്തിലാണ് കയറി വന്നതെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അതിപ്പോൾ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവനാണ് കയ്യിരിപ്പനുസരിച്ച് കുറച്ചങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കരി മുസ്ലിയാരെ, ഇപ്പൊ പഠിപ്പിക്കരി. ആരും പഠിപ്പിച്ചു വരണ്ടേ? ഇപ്പൊ പഠിപ്പിക്കുക. നിങ്ങൾ ചോദ്യം ആദ്യം പഠിപ്പിച്ചു തരി. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ ഒരു കാര്യം തെളിഞ്ഞു, നബിരാഘോഷം പഠിപ്പിച്ചിട്ടില്ല. അത് തെളിഞ്ഞു. നിങ്ങൾ പറയില്ല, നിങ്ങൾ സമ്മതിച്ച വിളിച്ചിട്ട് പോകേണ്ടിയില്ലേ? സംശയമില്ലല്ലോ. അത് ഏതായിരുന്നാലും പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബികൾക്കോ താബികൾക്കോ പരിചയമില്ല. പിന്നെ ഇപ്പൊ ഖുതുബയിലെ സ്വലാത്ത് മുമ്പിൽ കൂടുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട് തന്നെയാണ്. ഒരു സംശയമില്ല. അതിൽ പ്രവാചക മാതൃകയുണ്ട്, സ്വഹാബത്തിന്റെ മാതൃകയുണ്ട്, താബികളുടെ മാതൃകയുണ്ട്, താബികളുടെ മാതൃകയുണ്ട്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ മാതൃകയുണ്ട്. ഒരു സംശയവും എല്ലാം നിങ്ങൾ ചെയ്യൂല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അതൊക്കെ ഉണ്ട്. എന്നാൽ അതേപോലെ നിങ്ങൾ പറയും, അതേപോലെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പ്രവാചക മാതൃകയുണ്ട്, സ്വഹാബത്തിന്റെ മാതൃകയുണ്ട്, താബികളുടെ മാതൃകയുണ്ട്, താബികളുടെ മാതൃകയുണ്ട്, 4 ഇമാമികളുടെ മാതൃകയുണ്ട് എന്ന് പറയാൻ കഴിയുമോ? തീരുമാനിക്കേണ്ട ഫൈസൽ മൗലവിയാണോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് തെളിവില്ലാത്തതിന് എന്നോട് ദേഷ്യപ്പെട്ട കാര്യം. അപ്പൊ യഥാർത്ഥത്തിൽ നേരത്തെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു, ഈ വിഷയത്തിൽ അവർക്കാർക്കും പരിചയമില്ല. എന്നാൽ ഖുതുബയിലെ സ്വലാത്തോ സ്വഹാബത്ത് മുതൽ ചെയ്തു പോന്ന കൃത്യമായ തെളിവുകൾ ആ വിഷയത്തിലുണ്ട്. ഇമാമിങ്ങൾ മുഴുവനും ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഏത് കിതാബ് എടുത്തോളി, അവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട അധ്യാപനമുണ്ട്. ജുമുഅയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചോളൂ, അവിടെയെല്ലാം അതുമായി ബന്ധപ്പെട്ട അധ്യാപനമുണ്ട്. എങ്കിൽ അതുപോലെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അധ്യാപനം എവിടെയാണുള്ളത്? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അധ്യാപനം എവിടെയാണുള്ളത്? പ്രവാചകർക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പോലും പരിചയമില്ല, റിഫായി ശൈഖിന് പോലും പരിചയമില്ല. അത് കേൾക്കുമ്പോൾ ഇടങ്ങാറുണ്ടാവും. കാരണം എന്താ? പരിചയം ഉണ്ടെന്ന് പറയാൻ കഴിയണില്ലല്ലോ.
അപ്പൊ പിന്നെ പ്രയാസം അത് ആവർത്തിച്ച് പറയുക തന്നെ ചെയ്യും. അത് നിങ്ങളെ വയറ്റ് നോക്കുണ്ടാവും, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത് അവർക്ക് ആർക്കും പരിചയമില്ല. അതിനാൽ മറ്റീമ പിടിച്ചിട്ട് ഇത് ന്യായീകരിക്കാമെന്ന് ശ്രദ്ധിക്കേണ്ടതില്ല. മാത്രമല്ല, നിങ്ങൾ എന്താ സമൂഹത്തോട് പറഞ്ഞത്? ആയത്തുണ്ട്, ഹദീസുണ്ട്, ഹസൻ ബസ്രി അങ്ങനെ പറഞ്ഞു, ജുനൈദുൽ ബഗ്ദാദി ഇങ്ങനെ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹും. എവിടെ അതൊക്കെ? അതൊക്കെ ഇപ്പൊ ഇവിടെ അതുകൊണ്ട് വായിക്കുക, എങ്ങനെ പിടിച്ചാൽ പോയിട്ട് അത് വായിക്ക്. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്, ഉമർ ഖത്താബ് പറഞ്ഞത്, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞത്, അലി ഇബ്നു അബീ താലിബ് പറഞ്ഞത് റളിയല്ലാഹു അൻഹും, അതൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വായിക്ക്. എന്നാ ഈ സ്വലാത്ത് നമുക്ക് കൊണ്ട് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഇല്ല. നിങ്ങൾ എങ്ങനെ കെട്ടിമറിഞ്ഞാലും ശരി, ഹിജ്റ 5 നൂറ്റാണ്ടുകാലം 500 കൊല്ലം അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ ഒരു ഗ്രന്ഥത്തിൽ പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വരി മുസ്ലിയാരെ കാണിക്കാൻ കഴിയില്ല. 500 കൊല്ലം ജീവിച്ച നബിതങ്ങൾ മുതൽ 500 കൊല്ലം ജീവിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു വരിയെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി വെച്ചത് കാണിക്കാനേ സാധ്യമല്ല. ഉണ്ട് അഭിപ്രായമുണ്ടോ? ഉടനെ വായിക്കും. അത് വായിക്കാൻ വേണ്ടി അത് വായിക്കും. അതാ 2000 പുസ്തകം ഏതായാലും സക്കാഫിയുടെ ബുക്കിൽ കൊടുത്താളി. ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസരമല്ല ഇത്. അങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ്. അത് പറ്റൂല. അങ്ങോട്ട് ചോദിച്ച ഇത് മുഖാമുഖമാണ്. അങ്ങോട്ട് പറയേക്ക് ഹബീബേ. അല്ലല്ല, അത് പറ്റില്ല. അത് വായിക്കും. മൂപ്പര് വായിക്കാൻ വായിക്കാൻ ഒരുങ്ങി നിൽക്കുക. ചോദിച്ചത് നേരത്തെ ചോദിച്ചപ്പോ മറ്റാൾക്ക് മൈക്ക് കൊടുത്തില്ല. അടുക്ക് ഞാനാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്റെ ചോദ്യം പൂർത്തിയാകണം. മനസ്സിലായില്ലേ? ഓക്കെ. 100 കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കാൻ വിനീതനും ഞങ്ങൾക്കുമുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ അല്ലേ? ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടി കൃത്യമായാലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് വെള്ളിയാഴ്ച ഖുതുബക്ക് ഇന്ന സ്വലാത്ത് ചെല്ലണമെന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും. ആ ചോദ്യമാണ് ചോദിച്ചത്. അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം. അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. വെള്ളിയാഴ്ച അതെ, അവരുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യവും പിൽക്കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ല, ബിദ്അത്താണെന്നാണ് അവരുടെ വാദം. അല്ല, ഈ വാദം അനുസരിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും തെളിവ് വേണ്ടേ? അതുകൊണ്ട് എന്റെ വാദങ്ങൾ പറയില്ലേ, നിങ്ങളെ വാദങ്ങൾ പറഞ്ഞോളി. എന്റെ വാദപ്പെട്ട. അപ്പൊ സ്വലാത്തല്ല ഇവിടെ വിഷയം. ഇവിടെ നബിദിനാഘോഷാണ്. അതുകൊണ്ട് അത് നിങ്ങൾ വായിക്കും. മുസ്ലിം വായിക്കാൻ റെഡി നിൽക്കുക. അത് വായിക്കും. നബിയോ സ്വഹാബത്തോ താബിഈകളോ തബഉ താബിഈകളോ 4 മദ്ഹബിലെ ഇമാമിയങ്ങളോ ഹിജ്റ 500 വരെയുള്ള ഇമാമിയങ്ങളോ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ലതും പറഞ്ഞത് ഉണ്ടെങ്കിൽ വായിക്കും. അത് നമുക്ക് കിട്ടണ്ടേ? ഈ മനുഷ്യന്മാരൊക്കെ അത് കേൾക്കാൻ നിൽക്കുക. കൊടുക്കി മൈ കൊടുക്കി. ചോദിക്കും. ഇവിടെ മൗലവി പറഞ്ഞതുപോലെ നബിദിനാഘോഷം കഴിക്കാൻ എന്ത് പ്രമാണമാണ് നിങ്ങൾക്കുള്ളത്? നബിയോ സഹാബത്തോ താബിഈകളോ തബഉ താബിഈകളോ മദ്ഹബിലെ ഇമാമിയങ്ങളോ ചെയ്തത് ഇപ്പോൾ വായിക്കും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണ്. പരിശുദ്ധ വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുതുബയിൽ നിങ്ങളുടെ കവല പ്രസംഗത്തിൽ നിങ്ങൾ സലാത്ത് ചൊല്ലാറുണ്ട്. സലാത്ത് വേണം, ഷർത്താണ്, അതിന്റെ ഭാഗമാണ് നിങ്ങൾ പറയാറുണ്ട്. അതിന്റെ ഖുർആനിലെ ആയത്ത് ചോദിച്ചു. ഇവിടെ ഇതുവരെ പ്രസംഗിച്ചപ്പോൾ ഒരു അറബി വാക്ക് പോലും കേട്ടില്ല. ഏതാ നിങ്ങൾ ഓതിയ ആയത്ത്? വെള്ളിയാഴ്ച ജുമുഅയിൽ സ്വലാത്തുണ്ട് എന്ന് നിങ്ങൾ പ്രമാണം ഉദ്ധരിച്ചിട്ടുണ്ടാവുമല്ലോ. ചോദ്യം അതായിരുന്നല്ലോ. ഏതാ നിങ്ങൾ ഇപ്പോൾ ഓതിയ ആയത്ത്? ഞാൻ ആയത്ത് കേട്ടില്ല. ഇതാപ്പോ സ്വഹാബ ചെയ്ത് അല്ല, ഇതെനിക്ക് കിതാബ് വായിക്കാൻ നിങ്ങൾ വായിക്കും. അദ്ദേഹത്തിന്റെ ചോദ്യം പെൻഡിങ് ആണ്, വിഷയം മാറ്റിയെന്ന് പറയണ്ട. ഇവിടെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് വഹാബികൾ ഇമാം ഷാഫിയുടെ ആളുകളല്ല നിങ്ങൾ. ഷാഫി ഇമാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ? ഏതാണ് ആ മൗലവി? ആരാണ് ചോദിച്ചത്? നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ടൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. ആരാണ് ചോദിച്ചത്? ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ എന്ന വിഷയങ്ങൾ ഇവിടെ ആരാ ചോദിച്ചത്? ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി വന്നോ, പറഞ്ഞിട്ടുണ്ടോ? നബിദിനത്തിന്റെ മൗലിദിന്റെ മറ്റ് നബി പ്രവാചക സ്നേഹം അന്നും ഇന്നും ഇന്നത്തെ രീതിക്ക് ഷാഫി ഇമാം തെളിവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരോ ഇവിടെ വെല്ലുവിളിച്ചു. ഇങ്ങനത്തെ രീതി ഒന്നും വേണ്ട. നബിദിനം ആഘോഷിക്കാൻ ഷാഫി ഇമാം പറഞ്ഞ ഒരു കാര്യങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഏത് രീതി ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളും ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാനും ചോദിക്കുന്നു. ഞാൻ ഇമാം ഷാഫിയുടെ ഇബാറത്ത് വായിക്കാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ സർവ്വ വഹാബികൾക്കും മറുപടിയായി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൻ ജമഅ ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
മൗലിദ് പ്രോഗ്രാമിന് വേണ്ടി ആരെങ്കിലും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയാൽ വഹയ്യ തുആമൻ, അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാർ ചെയ്യുകയും ചെയ്താൽ വഅഖ്ലാ മക്കാനൻ വഅമില ഇഹ്സാനൻ, അങ്ങനെ സ്ഥലം രൂപപ്പെടുത്തുകയും അവിടേക്ക് നല്ല കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയും ചെയ്താൽ വസാറ സബബൻ ലിഖിറാഅതിഹി, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അപദാനങ്ങളോടെ പാടുകയും പുകഴ്ത്തുകയും അവിടെ നടക്കുകയും ചെയ്താൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വഹാബികളെ കേട്ടോളൂ, അല്ലാഹു അവരെ യാത്രയാക്കുന്നത് നരകത്തിലാണെന്നല്ലേ വഹാബി മൗലവികൾ നിങ്ങൾ ഇതുവരെ പഠിച്ചത്? അല്ലാഹുവിന്റെ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു, അവരെ പറഞ്ഞയക്കുന്നത് മഅസ്ദിഖീന, അല്ലാഹുവിന്റെ സിദ്ദീഖുകളുടെ കൂടെയാണ്, വശുഹദായി, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി മൃത്യു വരിച്ച ശുഹദാക്കളുടെ കൂടെയാണ്, വസാലിഹീങ്ങളുടെയും കൂടെയാണ്, വയകൂനു ഫീ ജന്നാത്തിൻ നഈം, പരിശുദ്ധമായ സ്വർഗ്ഗീയ പൂങ്കാവനത്തിലായിരിക്കും അവരെന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ വെല്ലുവിളി സുന്നികൾ ഏറ്റെടുത്തിരിക്കുന്നു. അത് അല്ലാഹു അക്ബർ. നിങ്ങൾ ഇപ്പൊ വായിച്ച അബ്ദുൽ അസീസ് സഖാഫി എഴുതിയ പുസ്തകമാണ്. ഇമാം ഷാഫിയുടെ ഏത് കിതാബിലുണ്ട് പറയും? ഇമാം ഷാഫിയുടെ കൈയെടുക്കണ്ട, അബ്ദുൽ അസീസ് സഖാഫി എഴുതിയ ബുക്കാണ് ഇപ്പൊ വായിച്ചത് അല്ലേ? ആണ്, ശരി. ഇനി ഷാഫി ഇമാമിന്റെ ഏത് കിതാബ് പറയും? ഷാഫി ഇമാമിന്റെ ഏത് കിതാബിൽ ഏത് വാളും ഏത് പേജ് അത് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് മൗലിദ് കഴിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇപ്പൊ വായിച്ചത് ഷാഫി ഇമാമിന്റെ ഏത് കിതാബിൽ ഏത് വാള്യം എത്രാമത്തെ പേജിൽ അത് കാണിച്ചെന്നാൽ ഒന്നിച്ച് മൗലിദ് ഇപ്പൊ കഴിക്കും, ഒരു സംശയമില്ല. ഞാനേ ഇപ്പൊ ചെല്ലും, വായിക്കും. ഇമാം ഷാഫിന്റെ ഏത് കിതാബാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനിപ്പോ വായിച്ചത് ആരുടേതാ? എന്താ ആയത്താണോ? അല്ലേ? ആണ്. അങ്ങനെ നിങ്ങളോട് പറഞ്ഞേ ഖുർആനുണ്ട് എന്നുള്ളതുകൊണ്ട് അല്ലെ? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഒരു കിതാബിൽ എഴുതിയാൽ അത് അയാൾ എഴുതിയെന്നാ പറയാ. ഞാൻ എഴുതിയത് കടലാസിലുള്ളതല്ലോ. എവിടെ പറഞ്ഞു ഞാൻ പറയാം. പാടില്ല. വിശുദ്ധ ഖുർആൻ ഒരാൾ വായിച്ചാൽ നോക്കി സ്ഥലം നോക്കി മാന്യമായി ചോദിക്കാതായിരുന്നു എവിടെ പറഞ്ഞു, അല്ലാണ്ട് നോക്കി വായിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ. സമാധാനം ചെയ്തോളി. സംഗതി ബുക്ക് വായിച്ച് നടക്കല്ല വേണ്ട, കിതാബ് ഓതി പഠിക്കും. നിങ്ങൾ ബുക്കും വായിച്ച് നടക്കപ്പോ കിതാബ് ഓതി പഠിക്കുക. എന്താ വേണ്ടത്? ഈ അബ്ദുൽ അസീസ് സഖാഫി ആരെങ്കിലും അറിയോ? നമ്മൾ പണ്ട് ക്ലിപ്പുണ്ട്, ഇമാം ഷാഫി, അയാളെ പരിചയപ്പെടുത്തണ്ടല്ലോ. അയാളെ ബുക്കല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? നിങ്ങൾ ഇമാം ഷാഫിയുടെ കിതാബിന്റെ പേര്, ഇമാം ഷാഫിയുടെ കിതാബിന്റെ പേര് വായിക്കുക ധൈര്യം ഉണ്ടെങ്കിൽ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ലോക പ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ അനിഅമത്തുൽ കുബ്ര അലൽ ആലം ഫീ മൗലിദ് സയ്യിദ് വൽദി ആദം എന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി കള്ളം ദീൻ ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടി എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ ഒന്നും കൂടി തരാം. ആ കിതാബ് തന്നെ അതിലുണ്ട്. അതിൽ മാത്രമല്ല വേറെയുണ്ട്. നിങ്ങൾ വായിച്ച ഒരു കിതാബാണെങ്കിൽ ഇത് രണ്ടാമത്തെ കിതാബ് ഇതിലുണ്ട്. നിങ്ങളാ പറഞ്ഞത് ഇമാം ഷാഫിന്റെ ആ വാക്ക് ഇതിലുണ്ട്. നിങ്ങൾ വായിച്ചു മാത്രമല്ല, നിങ്ങൾ വായിച്ച കിതാബ് നിങ്ങളും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അൻ-നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെ ഉസ്താദുമാരും കണ്ടിട്ടില്ല. അത് ലോകത്ത് കണ്ടവരുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ കിതാബിലും ആ വാക്കുണ്ട്. നിങ്ങളാ വായിച്ചത്. നിങ്ങൾ ഇപ്പൊ വായിച്ച കിതാബുണ്ടല്ലോ ഇബ്നു ഹൈതമിയുടെ അൻ-നിഅമത്തുൽ കുബ്ര, ആ ഹൈതമിന്റെ ശിഷ്യൻ സൈദ് മഖ്ദൂമി ഫത്ഹുൽ മുഈൻ, അതിന്റെ വ്യാഖ്യാനം ഇയാനത്തുൽ ത്വാലിബീൻ അതിലുണ്ട്. അതൊക്കെ അവലംബം അവിടുന്ന, എല്ലാം അവിടുന്ന് അവലംബം. അത് ഇമാം ഷാഫി പേര് ശുദ്ധ കളവാണ്. അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇമാം ഷാഫി ഏത് കിതാബിൽ പറഞ്ഞു? ഇമാം ഷാഫിക്ക് എത്ര കിതാബുണ്ട്? ഹദീസിൽ കിതാബുണ്ട്, തഫ്സീറുണ്ട്, ഫിഖ്ഹിലുണ്ട്, ഉസൂൽ ഫിഖ്ഹിലുണ്ട്, ഉസൂൽ ഹദീസിലുണ്ട്. എത്ര കിതാബ് ഇമാം ഷാഫി എഴുതിയോ? ഞങ്ങളൊക്കെ വിചാരിച്ചത് നിങ്ങൾ അള്ളാഹു റസൂലിനും പേരിലെ പുള്ളറിയുള്ളൂ. പക്ഷെ സ്വന്തം ഇമാമിങ്ങളുടെ പേരിലും കളവ് പറയാന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഇമാം ഷാഫി എഴുതിയ ഒരൊറ്റ കിതാബിൽ വേണ്ട, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ ഇമാം ഷാഫിയിൽ നിന്ന് കേട്ട് രേഖപ്പെടുത്തിയ ഒറ്റ കിതാബിൽ ഈ പറഞ്ഞ വാചകം ഇല്ലേ ഇല്ല. പിന്നെ ഇബ്നു ഹജർ ഹൈതമി എന്ന് പറഞ്ഞ പണ്ഡിതൻ ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാ. ഇമാം ഷാഫി ഹിജ്റ 150 ജനിച്ച ആളാ. ഹിജ്റ കുറച്ച് ഉണ്ടാവും പറഞ്ഞോട്ടെ. ഇമാം ഷാഫി 150 ജനിച്ച് 204 മരിച്ച ആളാ. മുസ്ലിയാരെ നിങ്ങളെ പേര് ചോദിക്കാൻ പറഞ്ഞു, അതപ്പോ വെച്ചത്. നിങ്ങളെ പേരെന്താ? നിങ്ങളെ പേര് ആയിക്കോട്ടെ, പേര് വേണ്ട, കുഴപ്പമില്ല. അപ്പൊ ഏതായിരുന്നാലും ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഹിജ്റ 150 ജനിച്ചു, 204 മരിച്ചു. ഇബ്നു ഹജർ ഹൈതമി ഹിജ്റ 911 ജനിച്ചു, 973 മരിച്ചു. നിങ്ങളിപ്പോ ഉദ്ധരിച്ച ആള് 911 ജനിച്ചു, 973 മരിച്ചു. ഇമാം ഷാഫി 150 ജനിച്ചു, 204 മരിച്ചു. അപ്പോ 800 കൊല്ലത്തെ വ്യത്യാസം. 800 കൊല്ലം കഴിഞ്ഞ് ജീവിച്ച ഒരാൾ പറയാ ഇമാം ഷാഫി ഇങ്ങനെ പറയും, എവിടെ? അത് ചോദിക്കാൻ പാടില്ല. അതിപ്പോ ഈ ബുക്കിലും ചില ഇതും വായിച്ചോളി. നിങ്ങൾക്ക് ഈ ബുക്ക് വായിച്ചാൽ മറ്റു വായിക്കാൻ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇമാം ഷാഫി എഴുതിയ 100 കണക്കായ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ ഒരൊറ്റ കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലുമില്ല.
ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ, ലോകത്ത് മൊത്തം പ്രചരിച്ച ആയിരക്കണക്കായ ശിഷ്യന്മാർ, അവിടെ ഗ്രന്ഥങ്ങളിലും അതില്ല. ഇമാം ഷാഫി പറഞ്ഞാൽ ഒന്നുകിൽ ശിഷ്യന്മാരെ കേൾക്കണം, അല്ലെങ്കിൽ ഇമാം ഷാഫിയുടെ കിതാബിൽ കാണണം. അത് രണ്ടുമില്ല. 800 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ പറയാ ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോയിക്കോന്ന് പറയാന്നല്ല, വേറെന്താ പറയാ. അതുകൊണ്ട് ഇമാം ഷാഫിയുടെ പേര് ഇപ്പറഞ്ഞ കളവ് ഇനി നിങ്ങൾ പറയരുത്. അല്ലെങ്കിൽ ഇമാം ഷാഫിയുടെ ഏത് കിതാബിലുണ്ട് ആ കിതാബിന്റെ വാള്യൂം പേജും നിങ്ങൾ പറയണം. ഇളകിക്കൂടി ഒക്കെ നല്ലതാ. എല്ലായിടത്തും ഇളക്കം വരും. ഇപ്പോ ഇന്ന് രാത്രി ഉറക്കം വരൂല, അതാ പ്രശ്നം. ഈ സംഭവം നിഅമത്തുൽ കുബ്രായിൽ കൊണ്ടുവന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പച്ച കള്ളത്തരം കൂട്ടിക്കെട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലുണ്ടെങ്കിൽ കടത്തിക്കൂട്ടി തന്നെയാണ്, ഒരു സംശയം. ഇതുണ്ടെന്ന് ഉറപ്പാണല്ലോ. നിഅമത്തുൽ കുബ്രായിൽ ഇതിലില്ലേ? നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് മത്ബൂആയി ലഭ്യമേ അല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സഖാഫി ഒന്നല്ലേ? അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നു. നിഷേധിക്കില്ല എന്ന് നിഷേധിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വേദിയിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് ആ കിതാബുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇൻഷാ അല്ലാഹ് എത്ര കാലാവധി? കാലാവധി എത്ര? ഇൻഷാ അല്ലാഹ് എത്ര കാലാവധി ഉണ്ട്? ഇൻഷാ അല്ലാഹ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. എവിടെ കൊണ്ടുവരും? എവിടെ കൊണ്ടുവരും? അടുത്ത വെള്ളിയാഴ്ച മുഖാമുണ്ട് കൊണ്ടുവരുമോ? നിങ്ങളുടെ മർക്കസിലേക്ക് വന്നോളൂ, ഞങ്ങൾ മർക്കസ് തുറന്നിട്ട് വരാലോ. അങ്ങനെ ഈ കേസുഞ്ഞാൾ പോയി തന്നെ ആകെ അറിയിക്കും. പിന്നെ ഞങ്ങൾ വന്നാൽ നിങ്ങൾ ഓഫീസിലേക്ക് നമ്മൾ വരാനാ? അത് മാത്രമല്ല, നേരെ മറിച്ച് ഞങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച മുഖാമുഖുണ്ട്. ഇമാമിങ്ങളെ കാഫിറാക്കലും അവരെ കള്ളന്മാരാക്കലും നിങ്ങളെ പതിവാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു മിനിറ്റ് ഈ വിഷയത്തിൽ ഇത് കേൾക്കി, ഇത് മുഴുവനാക്കണ്ടേ? നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പോയാൽ പറ്റുന്നില്ല, തീരുമാനിക്കണല്ലോ. ഞാൻ പറയുന്നു ഇമാം ഷാഫിയുടെ പേര് ശുദ്ധമായ കളവാണ്, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഇമാം ഷാഫിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ആ ഇബാറത്ത് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് 1 വർഷം സമയം തരാം. 1 വർഷം. ഇന്ന് ഡിസംബർ 15, 2016 ഡിസംബർ 15 വരെ സമയം തന്നിരിക്കുന്നു. കഴിയുമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ പറയുന്നു ഖിയാമത്ത് വരെ കിട്ടിയാലും കൊണ്ടുവരാൻ കഴിയില്ല. 2 ഇമാം ഷാഫിയുടെ കിതാബിൽ വേണ്ട, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരുടെ കിതാബുകൾ കാണിക്കാൻ കഴിയുമോ? അതും പറയുന്നു ഇല്ല. ആ ഒരു കൊല്ലം അതിലും പിടിച്ചോളി, അതും കാണിക്കാൻ കഴിയില്ല. ഇനി ഇമാം ഷാഫിയിൽ നിന്ന് മതം പഠിച്ച ലോകത്തറിയപ്പെട്ട എത്ര ആലിമീങ്ങളുണ്ട്? ഇമാം മാലിക്കിനെ പോലും, ഇമാം അഹ്മദിനെ പോലുള്ള പണ്ഡിതന്മാർ. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹി കിതാബിലുണ്ടോ ഇമാം ഷാഫി പറഞ്ഞു എന്നിട്ട്? ഇനി വേണ്ട, ഇമാം ഷാഫിയുടെ ഇത് മെച്ചണ്ട്, ഇത് നരമ്പുമ്പോ പിടിക്കും. ഇമാം ഷാഫിയുടെ ഉദ്ധരണികളെ ഏറ്റവും അധികം ഉദ്ധരിച്ച ആളാണ് ഇമാം ബൈഹഖി. ഷാഫി മദ്ഹബുകാരനാണ്. ആ ഇമാം ബൈഹഖി ഉദ്ധരിച്ചുവോ? ഇമാം ഷാഫി പറഞ്ഞത് ഇല്ല. ഇനി ഷാഫി മദ്ഹബിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി കൊടുത്ത 2ാം ഷാഫിഈ ഇമാം നബവി റഹിമഹുല്ലാഹ്, ആ ഇമാം നബിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ഇമാം ഷാഫിയുടെ ഈ ഉദ്ധരണി കൊടുത്തുവോ? ഇല്ല, കൊണ്ടുവരാൻ കഴിയില്ല. എല്ലാത്തിനും ഓരോ കൊല്ലം വെച്ച് തരാം, എന്നാലും വേണ്ടില്ല, കാണിക്കാൻ കഴിയില്ല. പിന്നുള്ളത് നിഅമത്തുൽ കുബ്ര എന്ന കിതാബിൽ ഉണ്ട്. അങ്ങനത്തെ കിതാബ് നിങ്ങൾ കണ്ടക്കണോ? ആ നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് നിങ്ങൾ കണ്ടക്കണോ? നിങ്ങൾ കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. ആ ബുക്ക് അബ്ദുൽ സഖാഫി കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. അങ്ങനെ കിതാബ് ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഇനി ചിലപ്പോൾ മൗലാമ തട്ടിക്കുട്ടി ഒപ്പിച്ചുണ്ടാക്കി ആ നിഅമത്തുൽ കുബ്ര എന്നുള്ള വലിയ നിഅമത്തായിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായും തീർത്തും പറയുന്നു, ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ അൻ-നിഅമത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ അത് ആ കിതാബിനുണ്ടോ എന്നുള്ളത് ഇപ്പം തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി ആ കിതാബിൽ ഉണ്ടെങ്കിൽ പോലും ഇമാം ഷാഫിയിലേക്ക് എത്തുന്ന പരമ്പരയോ ആ നിലക്കുള്ള ഒരു അവലംബമോ അതിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിയുടെ പേരിൽ നിങ്ങൾ ഇവിടെ പച്ചയായി കളവ് പറഞ്ഞിരിക്കുന്നു. അബ്ദുൽ അസീസ് സഖാഫി എഴുതി വെച്ച പുസ്തകത്തെ നിങ്ങൾ അന്ധമായി അനുകരിച്ചു. അതാണ് പ്രശ്നം. നിങ്ങൾ കേട്ടോളി, സമയമുണ്ട്, നിങ്ങൾ കേട്ടോളി. നിങ്ങൾക്ക് മനസ്സിലായി, ഇവർക്ക് ദേശം കൂടി മനസ്സിലാവാൻ നിങ്ങളെ പറ്റി. അതായത് ഈ അബ്ദുൽ അസീസ് സഖാഫിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ക്ലിപ്പുണ്ട്. അതായത് ബദർ യുദ്ധം ഉണ്ടായത് സുന്നിയാക്ക് ബദർ മൊഴി വഹിക്കാനാണ് എന്ന് ക്ലിപ്പ് കേട്ട പരിചയമുണ്ടല്ലോ. അത് പറഞ്ഞ ആളാ ഈ ബുക്ക് ഇരിക്കുന്നത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത്? അല്ലേ? ആണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാത്ത ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിന് അബൂജാലിനെ കൊല്ലാക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തിയതിന് ഈ ദീൻ ഉപയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കിയെന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് വയ്ക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് വയ്ക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് വയ്ക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. ബദർ യുദ്ധം ഉണ്ടായത് സുന്നിയാക്ക് ബദർ മൗലൂദ് വയ്ക്കാനാണ് എന്ന് പച്ചയായി പ്രസംഗിച്ച മനുഷ്യൻ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ മരുമകൻ. അയാൾ എഴുതിയ ഇസ്ലാമിക വിജ്ഞാനകോശം, ആ ബുക്കാണ് 2 ആൾ കയ്യിലുള്ളത്. 2 ആൾ കയ്യിലും അതന്നെ ഉള്ളത്, വേറൊന്നുമില്ല. അപ്പൊ അത് അന്ധമായ വിശ്വസിച്ച ഒരു കാര്യം എനിക്ക് ഉപദേശിക്കാനുള്ളത്. ഉപദേശിക്കല്ല, നിങ്ങൾ ഇനി ബുക്ക് അയച്ചു നടക്കരുത്, കിതാബ് ഓതി പഠിക്കുക. മൗലവി,
ഞാൻ ഖുർആന്റെ ആയത്ത് കടലാസിൽ എഴുതി, നിങ്ങൾ എഴുതിയ കടലാസ് കൊണ്ടുവന്നു എന്നല്ല പറയണ്ടേ. ഞാൻ കൊണ്ടുവന്നത് അദ്ദേഹം എഴുതിയ കടലാസ് അല്ലല്ലോ, അദ്ദേഹം ശേഖരിച്ച കിതാബുകളാണ്. അപ്പൊ നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഇല്ല, നിങ്ങൾ അങ്ങ് നിഷേധിച്ചു. ഇവിടെ ചോദിച്ചല്ലോ ആ ആയത്ത് ഓതാൻ അല്ലേ? ആയത്ത് എവിടെ? ഏതൊരു ഓതിയോ? എവിടെ ആയത്ത്? വിശുദ്ധമായ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ നിങ്ങൾ ഓതേണ്ട ആ സ്വലാത്തി, ഏത് സ്വലാത്ത് ചെല്ലണം എന്ന ഒരായത്ത് എവിടെ? അത് പറയും. അപ്പൊ നിങ്ങൾ കാണാത്തത് ഇല്ല എന്ന് പറയാം. അപ്പൊ ഏതായാലും നിങ്ങൾ നേരത്തെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ടോട്ടും തീരുമാനമാക്കുക. നിങ്ങൾ ഈ ഇബാദത്ത് എപ്പോൾ തരുന്നുവോ അപ്പൊ ആയത്ത് തരും. ഈ ഇബാദത്ത് നിങ്ങൾ ഇന്ന് തന്നാൽ ആയത്ത് തരും, ഇബാദത്ത് നാളെ തന്നാൽ ആയത്ത് നാളെ തരും, ഒരു സംശയമില്ല. ആയത്ത് നേരത്തെ ചോദിച്ചാണ്, അതുവരെ ഹാജരാക്കില്ല. അത് എവിടെയാണെന്ന് ചോദിച്ചത്. ഒരു പാലട്ടാണ് രണ്ടു കിടക്കാലോ. ഞാൻ പറഞ്ഞല്ലേ, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഓക്കെ, ഞാൻ ഏറ്റു. നിങ്ങൾ ആ ഇബാദത്ത് ഇന്ന് തരാണോ? ആയത്ത് ഇപ്പൊ തരാം, സംശയമില്ല. അല്ല, നിങ്ങൾ ഇബാദത്ത് ഒരു വർഷം സമയമുണ്ട്, അതിനിടയ്ക്ക് എപ്പോഴാണോ കൊണ്ടുവരുന്നത് അപ്പോൾ തരാം. ഞാൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി ഞാൻ ചോദിച്ച ചോദ്യം നിയമത്തുൽ കുബ്രയൊക്കെ നമുക്ക് പറയാം, നിയമത്തുൽ കുബ്രയൊക്കെ നമുക്ക് പറയാം. ഈ സായിൽ, ഈ ചോദ്യകർത്താവ് ആദ്യമായി ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ശേഷം ചെയ്യാൻ പാടില്ല, ബിദ്അത്താണ് നിങ്ങൾ പറയുന്നു. മൗലിദാഘോഷം കഴിക്കുമ്പോൾ അത് ബിദ്അത്താണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും സ്വലാത്തോ എന്തെങ്കിലും ചൊല്ലിക്കൂട്ടുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ആ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു തെളിവും വേണ്ട, റസൂൽ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെയില്ല. മറിച്ച് അവിടെ നിങ്ങൾക്ക് ആകെ പറയാനുള്ളത് സുന്നികൾ മൗലിദാഘോഷം കഴിക്കുന്നു, അത് പാടില്ല. ഇതിനെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത്, ആ സ്വലാത്തിന്റെ പിൻബലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ നിങ്ങൾ പറയുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ മൗലിദാഘോഷം കഴിക്കുന്നുണ്ട്, ആ മൗലിദാഘോഷം കഴിക്കുന്നതിന് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് തെളിവ് ഇല്ലെങ്കിലും ഞങ്ങൾ ചെയ്യുമെന്ന്. എന്നാൽ പഠിച്ചോളൂ, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദാഘോഷം കഴിക്കാൻ പറ്റുമെന്നതിന് ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. വെള്ളിയാഴ്ച ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത്, ആ സ്വലാത്തിന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വേണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ നിങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിക്ക്. ഞങ്ങൾ മൗലിദാഘോഷം ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ സന്നദ്ധരാണ്, 100 വട്ടം സന്നദ്ധരാണ്. പിന്നെ പെരയിൽ പോയിട്ട് രാത്രി കിടക്കുമ്പോൾ പറഞ്ഞാൽ മതി, അതാണ് നല്ലത്, ഏറ്റവും നല്ലതാണ്. അപ്പൊ ഏതായിരുന്നാലും നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളവർക്ക് ഇപ്പൊ മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് വസ്തുത. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരു ആഘോഷം ഇസ്ലാമികമല്ല, പ്രവാചക മാതൃകയുള്ളതല്ല, സ്വഹാബത്തിന്റെ മാതൃകയുള്ളതല്ല, താബിഈകളുടെ മാതൃകയുള്ളതല്ല, താബിഈകളുടെ മാതൃകയുള്ളതല്ല, ഇമാം ഷാഫിയുടെ പോലും മാതൃകയുള്ളതല്ല. നേരെ മറിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങളിലായി പല മഹാന്മാരുടെയും പേരിൽ വ്യാജമായി ചില ഇബാദത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെയും വായിച്ചത്. യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ സീനൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ മാന്യമായി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം, ഈ വക ഒരു സീനിന്റെയും ആവശ്യം. അപ്പൊ ഇന്നലെ ഞങ്ങൾ മുഖാമുഖം നടത്തി, ഒരു പ്രശ്നമില്ല, വളരെ മാന്യമായി 10 മണി വരെ വളരെ മാന്യമായി നടന്നു. ധാരാളം ആളുകൾ ചോദ്യം ഉന്നയിച്ചു, വളരെ നിലയ്ക്ക് മറുപടികൾ പറഞ്ഞു, അവിടെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ചില മനുഷ്യന്മാർ വരുന്നിടത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ വേറെ എത്ര സ്ഥലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഇക്കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾക്കിടയിൽ ഒരുപാട് മുഖാമുഖം, 100-300ഓളം മുഖാമുഖം നടത്തി, അൽഹംദുലില്ലാ, എവിടെയും ഈ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക സീനുകൾ മുസ്ലിയാക്കന്മാർ ദയവ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ മാന്യമായി വന്നോളൂ, ചോദിച്ചോളൂ. നമ്മൾ അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ ശൈലിയും ഈ പറയപ്പെട്ട ഈ ശൈലിയല്ല, മാന്യമായ ശൈലിയാണ്. അത് മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിക്കാനുള്ള ആളുകൾ പോലും ചോദിച്ചോട്ടെ, എന്തിനാ പ്രയാസം ഉണ്ടാക്കുന്നത്? ഏതായിരുന്നാലും ശരി, പല മഹാന്മാരുടെയും പേരിൽ ഇല്ലാത്ത ഒരുപാട് കള്ളക്കഥകൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി പ്രചരിപ്പിച്ച് അത് സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്ത് അവരൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കാനാണ് ഇപ്പോൾ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല എന്ന് അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ ഏകദേശം കൂടിയവർക്ക് ബോധ്യമായിരിക്കുകയാണ്. നമുക്കതേ ആവശ്യമുള്ളൂ. ഞാൻ ഇനിയും ആവർത്തിച്ച് പറയുന്നു, മദ്ഹബിന്റെ ഇമാമീങ്ങൾ, ഇമാം അബൂ ഹനീഫയോ ഇമാം മാലിക്കോ ഇമാം ഷാഫിഇയോ ഇമാം അഹ്മദോ, ഈ 4 ഇമാമിങ്ങൾ റഹിമഹുമുല്ലാ, അവരാരും ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും നടത്തിയിട്ടേ ഇല്ല. എന്നാൽ വെള്ളിയാഴ്ച സ്വലാത്ത്, ഖുത്ബയിലെ സ്വലാത്ത്, ദുആയിലെ സ്വലാത്ത്, പ്രസംഗത്തിലെ സ്വലാത്ത്, ഒരു സദസ്സിലെ സ്വലാത്ത്, ഇതെല്ലാം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടതാണ്.
അതെല്ലാം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടതാണ്, ഒരു സംശയമില്ല. ഏത് സദസ്സിലും സ്വലാത്ത് വേണമെന്നാണ്. അതുകൊണ്ട് ഇവിടെ പോലും ഖുതുബിൽ മാത്രമല്ല, ഇവിടെ പോലും ഈ സംസാരം ആരംഭിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിട്ട് ആരംഭിച്ചത്. അത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ദുആയിൽ സ്വലാത്ത് വേണം, ഹദീസിൽ വന്നതാണ്. അത് ദുആ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഹംദും സ്വലാത്തും ചൊല്ലിട്ടാണ് ദുആ ചെയ്യുന്നത്. ഏത് ചെറിയ ക്ലാസ് പോലും ഹംദും സ്വലാത്തും ചൊല്ലിട്ട് ആരംഭിക്കുന്നത് അത് പ്രവാചക മാതൃകയാണ്. വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് പരമാവധി വർദ്ധിപ്പിക്കുന്നു, ഒരു സംശയമില്ല. അപ്പൊ അതൊന്നും ഈ പ്രമാണ വിരുദ്ധമേ അല്ല. നേരെ മറിച്ച് അതിന്റെ മറവിൽ ഈ അനിസ്ലാമിക പ്രവണതയെ ന്യായീകരിക്കാനാണെങ്കിൽ അത് ശരിയല്ല. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട ഒന്നല്ല ഈ നബിദിനാഘോഷം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പ്രവാചകൻ മാതൃക കാണിക്കണം, സ്വഹാബത്ത് അതിന് മാതൃക കാണിക്കണം, താബിഈകൾ മാതൃക കാണിക്കണം, ഉത്തമ തലമുറകൾ മാതൃക കാണിക്കണം. അവരാരും ഒരു മാതൃക ആ വിഷയത്തിൽ കാണിച്ചില്ല. പിന്നെ കുറെ കഥ ഉണ്ട്. പലരെയും ഞാൻ 3-4 ഞാൻ വായിച്ചുതരാം. ഈ നിലയ്ക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന ചില കഥകൾ ദാ കണ്ടോ. ഒന്ന്, ഖാദിൽ ഇമാം അൽ യാഫ്ഇ അൽ യമനി, ഇമാം യാഫ്ഇ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ, മൻ ജമഅലി മൗലിദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാനൻ വഹയ്യ തുആമൻ വഅഖ്ലാ മകാനൻ വഅമില ഇഹ്സാനൻ വസാറ സബബൻ ലിഖിറാഅത്തി മൗലിദി റസൂലില്ലാഹ് ബഅസഹു അല്ലാഹു യൗമൽ ഖിയാമത്തി മഅ സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വയകുനു ഫീ ജന്നാത്തിൻ നഈം. നേരത്തെ വായിച്ചല്ലോ. അത് ഇമാം ഷാഫിന്റെ പേരിലുമല്ല, ഇമാം ഷാഫിയുടെ പേരിലുമല്ല. നേരെ മറിച്ച് ഫത്വൽ മുഈന്റെ വ്യാഖ്യാനത്തിൽ ഇആനത്ത് ത്വാലിബീനിൽ ആ വാചകം കൊടുത്തിട്ടുള്ളത് ഇമാം യാഫിഈ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ. ഇമാം യാഫിഈ സഖാഫി എന്ത് കാട്ടിയോ, യാഫിഈ എന്നുള്ളത് ഷാഫിഈനാക്കി. കണ്ടങ്ങള് ഇതാ അസ്ൽ. ഇങ്ങോട്ട് വർത്താനേ ഇല്ല ഈ മനുഷ്യന്മാരോട്. യാഫിഈ എന്നുള്ളതിനെ സഖാഫിന്റെ വക ഇമാം ഷാഫിഈ എന്നാക്കി. നിങ്ങളോടല്ല മുസ്ലിം, ഇങ്ങോട്ടല്ല. ഇതാ ഖാദൽ ഇമാമുൽ യാഫിഈ, നിങ്ങളെ കിതാബാ. ഖാദൽ ഇമാമുൽ യാഫിഈ, ഇമാം യാഫിഈ പറഞ്ഞിരിക്കുന്നു അൽ യമനി. എന്താ പറഞ്ഞത്? മൻ ജമഅ, ആരെങ്കിലും ഒരുമിച്ച് കൂട്ടിയാൽ ലി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയാൽ, ഇഖ്വാനൻ, സഹോദരന്മാരെ, വഹയ്യ തുആമൻ, അതിന് ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്താൽ, വഅഖ്ലാ മകാനൻ, അത് പ്രത്യേകമായ സ്ഥലമൊരുക്കുകയും ചെയ്താൽ, വഅമില ഇഹ്സാനൻ, നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ, വസാറ സബബൻ ലിഖിറാഅത്തി മൗലിദി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ അത് കാരണമായി തീരുകയും ചെയ്താൽ, ബഅസഹു അല്ലാഹു യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ അല്ലാഹു തആല അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, മഅ സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹികളുടെയും കൂടെ, വയകൂനു ഫീ ജന്നാത്തിൻ നഈം, അവൻ ജന്നാത്തുൻ നഈമിലായിരിക്കും എന്ന് യാഫിഈ പറഞ്ഞിരിക്കുന്നു. അത് സഖാഫി എന്താക്കി? ഇമാം ഷാഫിഈ പറഞ്ഞിരിക്കുന്നു എന്നാക്കി. അത് നിങ്ങളെപ്പോലത്തെ മുസ്ലിയാക്കന്മാർ വിശ്വസിച്ചു. നമ്മൾ ഉസ്താദ് വെറുതെ കൊടുക്കൂല എന്ന് വിചാരിച്ചു. അതാണ് സംഭവിച്ചത്. നീ ഇപ്പൊ ഒന്നും പറയണ്ട, നിങ്ങൾ സ്വസ്ഥമായി പോയിട്ട് ഈ കിതാബ് എടുക്കുക. ഇആനത്തുൽ ത്വാലിബീൻ 3-ാം വാള്യം 364-ാമത്തെ പേജ്. ഇആനത്തുൽ ത്വാലിബീൻ 3-ാം വാള്യം 364-ാമത്തെ പേജ്. അതാണ് ഷാഫി എന്നാക്കി മാറ്റിയത്. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, ഇമാം ഷാഫിഈ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ തന്ന 1 കൊല്ലം ഇപ്പോൾ 6 മാസം നീട്ടി തന്നിരിക്കുന്നു. 1.5 കൊല്ലം സമയമുണ്ട്, പറ്റുമെങ്കിൽ കൊണ്ടുവരാം. അതുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാ അങ്ങനെ വാചകം പറഞ്ഞിട്ടില്ല. ഇനി കുറെ പല പേരുണ്ട്. വഖാല അസ്സിദ്രി അസ്സഖതി, സിദ്രി അസ്സഖതി പറഞ്ഞിരിക്കുന്നു, മൻ ഖസദ മൗലിഅൻ യഖറഉ ഫീഹി മൗലിദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖദ് ഖസദ റൗദതൻ മിൻ റിയാദിൽ ജന്ന. മൗലിദിനെ സദസ്സിൽ ലക്ഷ്യം വെച്ച് പോയാൽ സ്വർഗീയ തോപ്പിനെയാണ് അവൻ ലക്ഷ്യം വെച്ചത് എന്നാണ്. മാത്രവുമല്ല, മാമിൻ മയ്യിത്തിൻ ഔ മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി മൗലിദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു വീട്ടിലോ ഒരു പള്ളിയിലോ ഒരു നാട്ടിലോ. ഓക്കെ, നമ്മൾ നിയമപാലകന്മാർ നമ്മൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്, നമ്മൾ മാനിക്കുന്നു. അപ്പൊ ഏതായിരുന്നാലും ഈ നിലക്കുള്ള ഒരുപാട് കള്ളക്കഥകൾ പല ഇമാമിങ്ങളുടെയും പേരിൽ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിച്ച് ഉസ്താദുമാരെ എന്തിനാ നിങ്ങൾ പിന്നാലെ കൂടെ? നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കും, ആത്മാർത്ഥമായി നിഷ്പക്ഷമായി പഠിക്കുക. എല്ലാ വാശക നിർത്തിച്ച് ആ വാശയും വിദ്വേഷം മുൻധാരണയും ഒക്കെ മാറ്റിവെച്ച് ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് പഠിക്കാം. പഠിച്ചോ, നമ്മൾ അസീസ് സഖാഫി ഇങ്ങനെ പറ്റിച്ചോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങളൊക്കെ നിങ്ങളൊപ്പം ഇതേപോലെ അവിടെ വന്ന് കലക്കാൻ പോയ മനുഷ്യന്മാരാണ്. ഇത്തരം സദസ്സുകളിൽ ചെന്ന് ചോദ്യം ചോദിക്കാനും കലക്കാനും എറിയാനും കൂക്കാനും പോയ മനുഷ്യന്മാരാണ് ഞാനൊക്കെ. പിന്നെ ആലോചിച്ചപ്പോൾ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ പോരണം എന്നല്ല, പക്ഷെ പോരാക്കാൻ കഴിയൂല ആലോചിച്ചാൽ. അതുകൊണ്ട് ഒന്ന് ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിക്കണേ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്.